ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ 21,725 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു 55 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി ഓപ്പൺ ചെയ്തത് 21,780 എന്ന ലെവലിലാണ്. അതിനുശേഷം 21,832 എന്ന ലെവൽ വരെ അപ്വേർഡ് മൂവ് ചെയ്യുകയും പിന്നീട് 21,658 എന്ന ലോ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. 174 പോയിന്റിന്റെ ആകെ മൂവ്മെന്റ് തന്നപ്പോൾ ഇന്നലത്തെ ക്ലോസിംഗിനെ അപേക്ഷിച്ച് ഒരു -35 പോയിന്റിന്റെ ലെവലിൽ 21,690 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ബജറ്റ് ഡേ ആയിരുന്നിട്ടും വലിയ ഫ്ലക്ച്വേഷൻസ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും, നല്ല മൂവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇന്ന് ആകെ നൽകാൻ കഴിഞ്ഞ മൂവ്മെന്റ് എന്ന് പറയുന്നത് കേവലം 174 പോയിന്റിൻ്റെത് മാത്രമാണ്. എന്നാലും അത് സാമാന്യം നല്ല ഒരു മൂവ്മെന്റ് ആണ്. അപ്പോൾ ഇന്നലത്തെ നമ്മളുടെ ട്രേഡിംഗ് പ്ലാന് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ട്രേഡ് ചെയ്യാൻ സാധ്യമായിട്ടുണ്ട് എന്ന് ആദ്യമേ തന്നെ ഒന്ന് പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ആയത് തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന രേഖപ്പെടുത്തിയ ലെവൽ, അതായത് 21,743 എന്ന ലെവലിന് മുകളിലാണ്. അതിനും മുകളിൽ ഒരു ടാർഗറ്റ് രേഖപ്പെടുത്തിയിരുന്നു 21,774. അത് ഒരു വേള ഈ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലൈൻ ഭേദിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം കിട്ടണം എന്ന് കരുതിയിരുന്ന ടാർഗറ്റിനും മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ചെറിയ ടൈമിൽ തന്നെ ഒരു 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ തന്നെ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്ത് ഈ ലെവലിലോട്ട് വരികയാണ് ചെയ്തത്. അതായത് നമ്മുടെ ബ്ലാക്ക് ലൈനും താഴെ ടെസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിക്കുമ്പോൾ ഇവിടെയെല്ലാം ഒരു അപ്വേർഡ് ഡയറക്ഷൻ ആണ് തന്നുകൊണ്ടിരുന്നത്. അല്പസമയത്തിന് ശേഷം, ഒരു അരമണിക്കൂറിന് ശേഷം പ്രൈസ് നമ്മുടെ ഗ്രീൻ ലൈനിന് മുകളിൽ വീണ്ടും ക്ലോസ് ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ സെല്ലേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ബയേഴ്സ് പതുക്കെ സ്ഥാനമുറപ്പിക്കുന്നത്, ശക്തി പ്രാപിക്കുന്നത് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ പിന്നീട് കിട്ടിയ ഒരു ഡിക്ലൈനിൽ ഈ ഏരിയയിൽ നിന്നും ഈ ലെവൽ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഒരു സ്കാൾപ്പിംഗ് ട്രേഡിംഗ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതുവരെ നൽകിയ ഉയരമായിരുന്നു ആദ്യമായി കരുതിയ ടാർഗറ്റ്. ആ ലെവൽ കൃത്യമായി ലഭിക്കുകയും ഫർദർ തന്ന ഡിക്ലൈനിൽ വീണ്ടും എൻ്റർ ആയ ഒരാൾക്ക് അതുവരെ നൽകിയ ലോയുടെ തൊട്ടുമുകളിൽ ഈ ബ്ലാക്ക് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതുമാണ്. കണ്ടിന്യൂവേഷൻ നമുക്ക് ഒരു ട്രെൻഡ് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാവുന്നതായിരുന്നു. അപ്പോൾ രണ്ടാമത് രേഖപ്പെടുത്തിയ ടാർഗറ്റും നമുക്ക് ലഭിക്കുമായിരുന്നു. ഞാൻ ഈ രണ്ട് ട്രേഡും കൃത്യമായി ചെയ്തിരുന്നു. പിന്നീട് ഒരു ഡിക്ലൈൻ തന്ന് അപ്വേർഡ് മൂവ് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ടാർഗറ്റ് പ്രൈസ് ഡൗൺവേർഡ് സഞ്ചരിക്കുന്നതാണ് കണ്ടത്. 3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ലോവർ സൈഡിൽ രേഖപ്പെടുത്തിയിരുന്ന ബ്ലാക്ക് ലൈനിൽ പ്രൈസ് ടെസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ബജറ്റ് ഡേ ആയതുകൊണ്ട് ട്രേഡിംഗ് താല്പര്യമില്ലായിരുന്നു എനിക്ക്. ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. കാരണം നമ്മൾക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മൂവ്മെന്റുകൾ ആയിരിക്കില്ല ഇന്ന് ഒരു വേള സംഭവിക്കുക. അതുകൊണ്ട് ഈ രണ്ട് ചെറിയ ട്രേഡുകൾ, ചെറിയ ക്വാണ്ടിറ്റിക്ക് മാത്രമാണ് ട്രേഡ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നീട് ട്രേഡ് ചെയ്തിരുന്നില്ല. പിന്നീട് മാർക്കറ്റ് ഈ ലെവലിൽ ഒരു കൃത്യമായ ഡയറക്ഷൻ ഇല്ലാതെ ഇത്രയും ചെറിയ ഏരിയയിൽ ഒരു 70-80 പോയിന്റിനിടയിൽ ഉള്ള ചെറിയ ഏരിയയിൽ മൂവ് ചെയ്യുന്നതാണ് കണ്ടത്. അങ്ങനെ ഇന്നത്തെ ദിവസം ട്രേഡിംഗ് ഡേ ട്രേഡറെ സംബന്ധിച്ച് കാര്യമായ പ്രോഫിറ്റുകൾ ഉണ്ടാക്കാൻ കഴിയാതെ ഒരു വിരസമായ ദിവസമായി മാറുകയാണ് ചെയ്തത്. ഓക്കെ, എന്തു തന്നെയായിരുന്നാലും മാർക്കറ്റിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന ഒരാൾ അയാളുടെ സ്പെക്കുലേഷനിലൂടെ പലവിധ ട്രേഡുകളിൽ എൻ്ററായി ലോസ് വരുത്തി വെക്കാൻ സാധ്യത വളരെ അധികമാണ്. പോരാത്തതിന് ഇന്ന് വീക്കിലി ക്ലോസിംഗ് ഡേ ആണ്. പ്രീമിയം മെൽറ്റിംഗ് വളരെ വേഗത്തിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള അറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വ്യക്തിപരമായി ഈ ട്രേഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നത്. ലൈവ് മാർക്കറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഈ തരം ചിന്തകൾ വന്ന് നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ വ്യത്യസ്തമായ രീതിയിൽ അറേഞ്ച് ചെയ്ത് മിസ്റ്റേക്കുകൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നാളേക്ക് വേണ്ടിയുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ ഞാൻ എല്ലാ ദിവസവും തയ്യാറാക്കുന്നത്. നമ്മൾ വളരെ ചിന്തിച്ച് ഇങ്ങനെ ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കി വെക്കുമ്പോൾ പിന്നീട് പിറ്റേ ദിവസം മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കണക്കുകൂട്ടലുകൾക്ക് കൃത്യമായ രീതിയിൽ, പ്ലാൻ ചെയ്തിരിക്കുന്നതിന് കൃത്യമായ രീതിയിൽ പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നാണ് എൻ്റെ അനുഭവം.
ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും തീർച്ചയായും ഒരു ട്രേഡിംഗ് പ്ലാൻ, പ്രീ പ്ലാൻഡ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് എല്ലാവരും തന്നെ അത്തരത്തിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാൻ തയ്യാറാക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, ഇന്നത്തെ മൂവ്മെന്റിനെ അപേക്ഷിച്ച് നാളെ എന്ത് ട്രേഡിംഗ് പ്ലാനാണ് നമുക്ക് തയ്യാറാക്കാൻ കഴിയുക എന്ന് പരിശോധിക്കാം. 21,743 എന്ന ലെവലിലാണ് ഞാൻ എൻ്റെ ഗ്രീൻ ലൈൻ ചേർത്തിരിക്കുന്നത്, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ. അതുപോലെ തന്നെ 21,649 എന്ന ലെവലിൽ റെഡ് ലൈനും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ പതിവ് പോലെ 21,722 എന്ന ലെവലിലും 21,678 എന്ന ലെവലിലും ബ്ലാക്ക് ലൈനുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഏരിയയിൽ തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു എന്ന ഒരു ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നമുക്ക് നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ലോ പ്രധാനമായും ഈ ലെവൽ 21,649 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. തീർച്ചയായും ആദ്യമായി പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,743 എന്ന സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ഗ്രീൻ ലൈൻ ലെവൽ തന്നെയാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും കിട്ടുന്ന ഡിക്ലൈനിൽ എൻ്റർ ചെയ്ത് അതുവരെ തന്ന ലോ, ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,767 എന്ന ലെവലാണ്. തുടർന്ന് അങ്ങോട്ടേക്ക് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ ടാർഗറ്റുകളും വീണ്ടും കിട്ടുന്ന ഡിക്ലൈനുകളിൽ ജോയിൻ ചെയ്ത് അപ്വേർഡ് ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ പ്രധാനമായ ടാർഗറ്റ് 21,852 എന്ന ലെവൽ തന്നെയാണ്. മുൻപ് ഉള്ള വീഡിയോകളിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് 1 മണിക്കൂർ ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുമ്പോൾ മാത്രമാണ് അപ്വേർഡ് ഡയറക്ഷൻ ലഭിക്കും. അതായത് നമ്മുടെ പ്രൈസ് പുതിയ ഹൈ തന്നേക്കാം എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളത്. അതിനാൽ ഈ ലെവൽ ക്ലോസ് ചെയ്യുന്നത് വരെ അപ്വേർഡ് ഡയറക്ഷൻ കറക്റ്റായി നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. എന്നാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് വീണ്ടും നാളെയും പ്രൈസ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ പ്രതീക്ഷിക്കുന്ന തരുന്ന പക്ഷം, ഇങ്ങനെ ഒരു മൂവ്മെന്റ് പ്രൈസ് ആക്ഷൻ പ്രകാരം തരുന്ന പക്ഷം നമുക്ക് ഒരു കോൾ ഓപ്ഷൻ വാങ്ങി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ട്രേഡ് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. 21,752 എന്ന ലെവൽ തന്നെയാണ് ഞാൻ പ്രധാനമായ ടാർഗറ്റായി, അതായത് പ്രധാനമായ റെസിസ്റ്റൻസ് ആയി കാണുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള കാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് മൂവ് ചെയ്യും എന്ന ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ തന്ന ഉയരം അവർ പ്രധാനമായും 21,743 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. തീർച്ചയായും 21,649 എന്ന ലെവൽ, അതായത് സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയും വീണ്ടും കിട്ടുന്ന അപ്വേർഡ് മൂവ്മെന്റിൽ ഒരു സെല്ലിംഗ് ഓപ്ഷൻ തന്നെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ കാണിച്ച് ഡൗൺവേർഡ് വരുമ്പോൾ അതേ പ്രൈസിന് താഴെ അതുവരെ നൽകിയ ലോയ്ക്ക് താഴെ വീണ്ടും പ്രൈസ് വരുന്ന പക്ഷം ഡൗൺവേർഡ് ഡയറക്ഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 21,623, 576 ഇങ്ങനെ താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ടാർഗറ്റുകൾ ഓരോന്നും ഞാൻ ഡൗൺവേർഡ് ഡയറക്ഷനിൽ പ്രതീക്ഷിക്കുന്നു. ഇനി ഒരു ഗ്യാപ് ഡൗൺ റെഡ് ലൈനിന് താഴെ 21,649 എന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിന് താഴെ ഒരു ക്യാൻഡിൽ വരികയാണെങ്കിൽ പോലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്ന പക്ഷം അതുവരെ നൽകിയ ഉയരം അതിനു മുകളിലുള്ള റെസിസ്റ്റൻസ് ലൈൻ പ്രധാന സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. അതേസമയം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഈ ഏരിയയിൽ നിന്നും എവിടെ നിന്നെങ്കിലും സപ്പോർട്ടുകളിൽ നിന്നും ഒരു അപ്വേർഡ് ഡയറക്ഷൻ പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിച്ചാൽ അതുവരെ നൽകിയല്ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലൈൻ സ്റ്റോപ്പ് ലോസ് ആയിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്തേക്കാം. ഇനി ഒരു പക്ഷേ ഒരു ഗ്യാപ്പ് അപ്പ് 21,743 എന്ന നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ എന്ന ലെവലിന് മുകളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഇന്നത്തത് പോലെ തന്നെ വരികയാണെങ്കിലും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പരിശോധിച്ച് അത് നൽകുന്ന ഡയറക്ഷൻ അത് അപ്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് എങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി സ്ട്രിക്റ്റ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അതേസമയം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എങ്കിലും ഈ ലെവലുകൾ ഇന്നത്തേതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ഈ സപ്പോർട്ട് ഏരിയകളിൽ നിന്നും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന പക്ഷം അതുവരെ നൽകിയല്ലോ അവർ പ്രധാനമായും 21,649 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ വീണ്ടും ട്രേഡ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ട്രേഡിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.